സുഖാണോ? മോള് പഠിക്കുന്നു. നീ 2 ദിവസം എന്താ അഞ്ജലി വിളിക്കായിരുന്നേ? അനുപേട്ടാ, 2 ദിവസം ഇവിടെ ഇൻസ്പെക്ഷൻ ആയിരുന്നു. ഫോൺ വരെ അവർ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ഒന്ന് പോ അഞ്ജലി. നിനക്കല്ലെങ്കിലും വിളിക്കുമ്പോൾ 100 കാര്യങ്ങളല്ലേ പറയാൻ. അനുപേട്ടൻ എന്തീ പറയുന്നത്? കണ്ട അറബി നാട്ടിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയല്ലേ? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അഞ്ജലി, ഞങ്ങൾക്ക് വേണ്ടിയെന്ന് പറയാതെ നിന്റെ അച്ഛനും ഒരു പണിക്കും പോകാത്ത നിന്റെ ആങ്ങളയ്ക്കും വേണ്ടിയെന്ന് പറ. അതെങ്ങനാ? എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനക്കേടല്ലേ? ഓ, അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. തട്ടേക്കാട് പിള്ളേരുമായിട്ട് അനുപേട്ടൻ എന്താ പ്രശ്നം? കൊല്ലും കൊലയും നടത്തി ജീവിക്കുന്നവരാണ്. അവരോടൊക്കെ എന്തിനാ അനുപേട്ട വഴക്കിന് പോകുന്നത്? അഞ്ജലി, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് അവന്മാർ വണ്ടിയിൽ എൻ്റെ സ്കൂട്ടർ ഒന്ന് ചെറുതായിട്ട് മുട്ടി. ഞാൻ അപ്പം തന്നെ സോറി പറഞ്ഞതാണ്. അവന്മാരാണ് വണ്ടി വിട്ട് പുറകെ വന്നിട്ട് തെറി വിളിച്ചത്. മോളാകെ പേടിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചൊരെണ്ണം കൊടുത്തത്. നാളെ തെങ്ങിന് വളമിടുന്ന ദിവസമാണ്. എനിക്ക് നേരത്തെ പോകണം. നീ ഒന്ന് ഫോൺ വെച്ച അഞ്ജലി. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത് പോവുകയല്ലേ? മോളുടെ കയ്യിലൊന്ന് കൊടുക്കൂ. കല്ലു, നീ എന്തെടുക്കുക? എഴുതിക്കൊണ്ടിരിക്കുക. എല്ലാ വാഹനങ്ങളും കർശനമായി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വിടുക. പാവം പോലുള്ള എന്തോ ടോയ്സ് കാണിച്ചാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അളിയ, സമാധാനമായിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമുണ്ടാവില്ല. 1.5 മണിക്കൂറായാലും എൻ്റെ മോള് പോയിട്ട്. ചോറ് വാരി കൊടുത്തിട്ട് ഹോംവർക്ക് ചെയ്യാൻ എത്തിയതാ. ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിതീഷേ, മാധവൻ ചേട്ടാ, അനുപേ, അതെ, നിങ്ങൾ വിഷമിക്കണ്ട. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെയും അവർ താമസിക്കുന്ന സ്ഥലങ്ങളും അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് ചെല്ലും. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അപ്പം തന്നെ മാധവേട്ടനെ അറിയിക്കാം. എന്നാൽ ശരി കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക. അളിയ, വീടിൻ്റെ അടുത്തുനിന്ന് പോലീസുകാരെടുത്ത പാവയുടെ പടം ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അളിയൊന്ന് നോക്കി. ശരി.
പറടോ എന്റെ മോളെന്തിനാ പറടോ എടാ പറയാൻ നിന്റെ മോളല്ലേ പാറമട കൊണ്ട് പൊട്ടിച്ചു കളയടാ. പൊട്ടിച്ചടാ, പൊട്ടിച്ച് പാറമടയിട്ട് പൊട്ടിച്ച്. നിനക്ക് ഓർമ്മയുണ്ടോടാ? ഇന്ന് ഓർത്തു നോക്കടാ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറമ്പിൽ കയറി തേങ്ങ പറിക്കരുതെന്ന്. കേട്ടോ പറഞ്ഞു മനസ്സിലായില്ലടാ നിനക്ക്? ഇനി ഇങ്ങനെ ഉണ്ടായാലുണ്ടല്ലോ. എനിക്കിട്ടുള്ള പണി വരണ്ടോ? മോളെ 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 കല്ലു നീ കല്ലു മോളെ കല്ലു നീ കണ്ണു തുറക്കടി മോളെ കല്ലു എടാ കല്ലു മോളെ കല്ലു കല്ലു കല്ലു